അപ്പോൾ ഈ ജൈവ കൃഷിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്നത് സാധാരണ ചാണകമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും കൊണ്ടുവരണം. അപ്പോൾ ഇതിനകത്ത് ചെടിക്ക് ആവശ്യമുള്ള പ്രധാനമായിട്ടും വേണ്ടത് NPK എന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, അതുപോലെ പൊട്ടാസ്യം എന്ന് പറയുന്ന ഈ 3 മൂലകങ്ങൾ. ഇത് വളരെ അത്യാവശ്യമാണ്. ഇതല്ലാതെ ഒരു 16ഓളം മൈക്രോ ന്യൂട്രിമെന്റ്സ് ഒക്കെ ആവശ്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചെടി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന ഗുണങ്ങളെല്ലാം കിട്ടുള്ളൂ. അപ്പോൾ ഈ ചാണകത്തിൽ നിന്നൊക്കെ ആണെങ്കിൽ വളരെ എഫിഷ്യൻസി കുറവാണെന്ന് വേണം പറയാം. 1% ഉണ്ടാവുള്ളൂ. പക്ഷേ രാസവളമായിട്ട് നമ്മളവിടെ കൊണ്ടിടുകയാണെങ്കിൽ ഒരു 30-35% വരെ എഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത് പറയാം. പക്ഷേ ശാസ്ത്രം പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് രാസവളങ്ങൾ ഉപയോഗിക്കണോ അല്ലെങ്കിൽ കീടനാശിനി ഉപയോഗിക്കണോ അങ്ങനെയല്ല പറയുന്നത്. ഇത് പ്രോപ്പറായിട്ട് ജുഡീഷ്യസ് ആയിട്ട് മണ്ണ് പരിശോധന ചെയ്തതിന് ശേഷം ജൈവവളങ്ങളും അതിനോടൊപ്പം തന്നെ രാസവളങ്ങളും ചേർത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രശ്നമാണ് കീടനാശിനികൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ മോണോക്രോപ്പ് അല്ലെങ്കിൽ ഒരൊറ്റ തരം ചെടി മാത്രം ഇങ്ങനെ നിരത്തി വയ്ക്കുമ്പോൾ എന്താ പ്രശ്നം? കീടങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ അടുത്ത തലമുറ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് മുട്ടയാണ് അങ്ങോട്ട് ഇടുന്നത്. ഈ മുട്ടയിൽ ഒരു പട്ടാളപ്പുഴു എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. പലപ്പോഴും ഭയങ്കര വലിയ പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത്. അത് 2000 മുട്ടയൊക്കെയാണ് ഇടുന്നത്. 2000 മുട്ട ഇട്ടിട്ട് അതിൽ 1900 എണ്ണം അങ്ങ് വിരിഞ്ഞ് വന്നു കഴിഞ്ഞാലുള്ള ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് നമ്മൾ ഈ എല്ലാ